ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് കാര്യമാണ് ഇതിൻ്റെ അത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ ക്രോം എടുക്കാം. ക്രോം എടുത്തിട്ട് ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ലോകത്തുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസീസും എത്ര എക്സ്ചേഞ്ച് ഉണ്ട്, എത്ര ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട് എന്നുള്ള നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന വേൾഡിൽ എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ക്രിപ്റ്റോ കറൻസീസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ സെർച്ച് ഓപ്ഷൻ കാണാം. സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യാം. സെറ എന്ന് ടൈപ്പ് ചെയ്യാം. സെറ എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കണ്ടോ, ലെക്സറ 3902 റാങ്കിലാണുള്ളത്, 28.4 ആണ് ഡോളർ. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം സെറയുടെ ചാർട്ട് കിട്ടും, ചാർട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈസ്, മാർക്കറ്റ് ക്യാപ്പ് എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ടോട്ടൽ, പിന്നെ വോളിയം 24 ഹവേഴ്സിലെ വോളിയം എത്ര നടക്കുന്നുണ്ട്, പിന്നെ ടോട്ടൽ സപ്ലൈ എത്ര വരുന്നുണ്ട്, മാക്സിമം സപ്ലൈ എത്രയുണ്ട്, അതുപോലെ തന്നെ ഹോൾഡേഴ്സ് ടോട്ടൽ എത്ര ഹോൾഡേഴ്സ് ഉണ്ട്, ഇതും കാണാൻ പറ്റും. ഇതിൻ്റെ താഴെ കാണാം വെബ്സൈറ്റ്, സോഷ്യൽസ്, അതുപോലെ തന്നെ കോൺട്രാക്റ്റ്, റേറ്റിംഗ് ബൈ സെർട്ടിക്. അതായത് സെർട്ടിക് എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഫേമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെറ ടോക്കൺ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓഡിറ്റ് എന്ന് കാണാം സെർട്ടിക്. അപ്പോൾ ഇവിടെ സെർട്ടിക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് കാണാം, അതോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ. സെർട്ടിക് സ്കൈനെറ്റ് സ്കോർ 82.07 എ ഗ്രേഡാണ്. സെർട്ടിക് ഓഡിറ്റ്, ടീം വെരിഫിക്കേഷൻ, ബഗ് ബൗണ്ടി, വെരിഫൈഡ് കോൺട്രാക്റ്റ് എല്ലാം ഓക്കെയാണ്. പ്രൈസ് വരുന്നത്, മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്, വോളിയം. ഇപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണാം. ഇതിപ്പോൾ സെറ മാത്രമാകണ്ട, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാമല്ലോ. ഇത് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇതിൽ കയറിയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ പാൻകേക്കിലാണ് ലിക്വിഡിറ്റി എവിടെയാണ് ഇരിക്കുന്നത്, പാൻകേക്കിലാണ് ലിക്വിഡിറ്റി ലോക്ക് ചെയ്തിരിക്കുന്നത്, പാൻകേക്കിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സെറ അല്ലേ നോക്കിയത്, സെറക്ക് ബദൽ വേറെ ഏതെങ്കിലും കറൻസി വേണമെന്നുണ്ടെങ്കിൽ വേറെ കറൻസി നോക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, വേറെ ക്രിപ്റ്റോ കറൻസി, വേറെ ഏതെങ്കിലും ഒരു കറൻസി എടുക്കുന്നത്. ഇപ്പം ടോക്കൺ USDT ഇല്ലേ, USDT എന്ന് പറഞ്ഞാൽ ടെതർ എന്ന് പറയുന്ന ഒരു USDT ക്രിപ്റ്റോ കറൻസിയാണ്, ഒരു ടോക്കണാണ്. ഈ ടോക്കൺ US ഡോളറിൻ്റെ അതേ വാല്യൂ ഉള്ള ഒരു ടോക്കണാണ്. ഈ ടോക്കണിൻ്റെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചാർട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ വോളിയൂംസ് കാണാം. ഇവിടെ കണ്ടോ വെബ്സൈറ്റ്, സോഷ്യൽ, കോൺട്രാക്റ്റ്, റേറ്റിംഗ് ബൈ സെർട്ടിക് എന്ന് പറയുന്നതും വേറൊരു ഓഡിറ്റിംഗ് കമ്പനിയാണ്. 2 ഓഡിറ്റിംഗ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഡെയിലി എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ഇപ്പോൾ സെർട്ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ USDTൻ്റെ സെർട്ടിക്കിൻ്റെ സ്കോറും കാര്യങ്ങളും കാണാൻ പറ്റും. പേജ് ലോഡിങ്ങിലാണ്. ഇത് കണ്ടോ, സെർട്ടിക്ക് സ്കോർ കാണുന്നില്ലേ, പക്കയാണ്, എല്ലാ കാര്യങ്ങളും പക്കയാണ്. സെയിം തന്നെയാണ് സെറയുടെ. അതിപ്പം USDT എന്നല്ല, സെറ എന്നല്ല, നിങ്ങൾക്ക് ഏത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും നമുക്കിത് എല്ലാ ഓഡിറ്റിംഗ് കാര്യങ്ങളും നടക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് കയറി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാൻ ഇവിടെ കാണുന്ന വെബ്സൈറ്റ് കാണുന്നില്ലേ, ഇത് ഈ വെബ്സൈറ്റിൻ്റെ തൊട്ടിപ്പുറത്താണ് വൈറ്റ് പേപ്പർ. ഏതൊരു മാർക്കറ്റിൽ എത്ര സപ്ലൈ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്ലോസ് ചെയ്യുക, വൈറ്റ് പേപ്പർ ക്ലിക്ക് ചെയ്യുക. വൈറ്റ് പേപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് പേപ്പറിന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എന്ത് ചെയ്യും, ഫുൾ ഇത് ടെതറിൻ്റെതാണ്, അതിൻ്റെ ഫുൾ വൈറ്റ് പേപ്പർ കിട്ടും. എന്താണ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റ് കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, സെറ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സെറ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെറ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ USDTൻ്റെ വൈറ്റ് പേപ്പർ എടുത്ത പോലെ തന്നെ വെബ്സൈറ്റ്, വൈറ്റ് പേപ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ആ വൈറ്റ് പേപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെക്സറ ഡാവോ പ്രോജക്റ്റ് വൈറ്റ് പേപ്പർ 2025 to 2029 വരെയാണ് ഈ ഒരു പ്രോജക്റ്റ് നടക്കുന്നത്, എയർ ഡ്രോപ്പ് പ്രോജക്റ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീസെയിൽ ചെയ്യുന്ന അതിൻ്റെ ഒരു എന്താ പറയുക, ടോട്ടൽ എത്ര സപ്ലൈ ഉണ്ട്, 31 മില്യൺ സപ്ലൈ ഉണ്ട്. അതായത് 3,10,00,000 സപ്ലൈ ഉണ്ട്. അതിൽ തന്നെ 56.67% കമ്മ്യൂണിറ്റിയിലേക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 33.33% വാലറ്റ് ബേൺ ചെയ്യാണ്, കത്തിച്ച് കളയാണ്. 8% ഫൗണ്ടറുടെ കയ്യിലും 2% ടെക്നിക്കൽ ടീമിൻ്റെ കയ്യിലുള്ളൂ. ഇവരെ ഫുൾ മിഷൻ ആൻഡ് വിഷൻ എല്ലാ വൈറ്റ് പേപ്പറിൽ നമുക്കെല്ലാം എന്ത് ചെയ്യാം, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വർഷത്തേക്ക്
ഈ ടോക്കൺ നമുക്ക് വേണമെങ്കിൽ ക്രിപ്റ്റോ വാലറ്റായിട്ടുള്ള ഇത് ട്രസ്റ്റ് വാലറ്റ് ആയിക്കോട്ടെ, ടോക്കൺ പോക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിനാൻസിൻ്റെ വാലറ്റ് ആയിക്കോട്ടെ, ഏത് വാലറ്റിൽ വേണമെന്നുണ്ടെങ്കിലും മേടിച്ച് വെക്കാം. നോർമലി നമ്മൾ പല ക്രിപ്റ്റോ ടോക്കൺസ് കറൻസീസ് മേടിച്ച് വെക്കുന്ന പോലെ മേടിച്ച് വെക്കാം. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് വിൽക്കാം, വില കുറഞ്ഞ മേടിക്കാം, വിൽക്കാം. ഈ ഒരു ഓപ്ഷൻ നടക്കുള്ളൂ. 2029 വരെ മാർക്കറ്റിലേക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ, അതായത് 2029 ശേഷമേ എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 2029 വരെ നമ്മൾ ഈ ടോക്കൺ ഈ ഒരു ഷെയർ ലെക്സറയുടെ ഈ ഷെയർ നമ്മൾ മേടിച്ച് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക് ചെയ്യുന്നത് പിങ്ക് സെയിൽ എന്ന് പറയുന്നൊരു പബ്ലിക് ഡീസെൻട്രലൈസ്ഡ് ലോക്കറാണ്. ഈ ഡീസെൻട്രലൈസ്ഡ് ലോക്കറിൽ ഡെഫിയിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ലോക്കറിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം നമ്മൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 0.5 to 0.8% വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടും. ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 15% to 24% ഉള്ളിൽ നമുക്കൊരു എയർ ഡ്രോപ്പ് കിട്ടും. അത് നമുക്ക് ഡോളറാക്കി, USDT ആക്കി, അല്ലെങ്കിൽ INR ആക്കിയിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഷെയർ മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് മേടിച്ച് വെക്കാം. മേടിച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗമുണ്ട്. അത്രയേ ഉള്ളൂ.